ഹലോ. അപ്പോൾ എല്ലാവർക്കും ശിവരാത്രി ദിനാശംസകൾ. എല്ലാവരും ശിവക്ഷേത്രത്തിലൊക്കെ പോയി നല്ല സമാധാനമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ന്യൂ മൂൺ എനർജി നോക്കാം. അപ്പോൾ ന്യൂ മൂൺ എനർജി ഞാൻ ഓൾറെഡി 22 വരെയുള്ളത് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് DFസിൻ്റെ ന്യൂ മൂൺ എനർജി എന്ന് പറയുമ്പോൾ ഡീപ്പായിട്ടുള്ളൊരു ഇമോഷണൽ റിലീസാണ്. അതായത് നമുക്ക് പഴയ പെയിൻസൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഹീലിംഗ് ചെയ്തത് പോരാന്നുണ്ടെങ്കിൽ, അതായത് അബാൻഡൻമെൻറ്റ് ഇഷ്യൂസ്, അറ്റാച്ച്മെൻറ്റ് വൂൺസൊക്കെ ഇനി ഹീൽ ചെയ്യാനുണ്ടെങ്കിൽ ചെറുതായിട്ട് അതൊക്കെ ഒരു ഇമോഷനായിട്ട് പുറത്ത് വരാം. അതുപോലെ തന്നെ ഒരു ഇന്നർ ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണിത്. ഒരു ഫുള്ളി ഡിറ്റാച്ച്ഡ് ആവുന്ന ഡിവൈൻ ഫെമിനൈൻസിനെ കാണുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ DMനെ ചേസ് ചെയ്യാനുള്ള ഒരു അർച്ചൊക്കെ കുറഞ്ഞിട്ട് ഒരു ലെറ്റ് ഗോ മൂഡിലിരിക്കുന്നവരാണെങ്കിൽ അവരൊരു ഡിവൈൻ ടൈമിങ്ങിനെ ട്രസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലിരിക്കുന്നവരായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റ്യൂഷൻ വളരെയധികം സ്ട്രോങ് ആയിരിക്കും. മെയിൻലി ഒരു ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള DFസൊക്കെ 1414, അതുപോലെ തന്നെ 717, 818 പോലുള്ള മിറർ നമ്പേഴ്സ് കൂടുതൽ കാണുന്നുണ്ടായിരിക്കും. സെൽഫ് വർത്ത് ആക്ടിവേഷൻ്റെ സമയമാണ്. അതായത് സ്റ്റേബിളായിട്ടുള്ള ഒരു ലവ് എന്ന റിലേഷൻഷിപ്പ്, അങ്ങനത്തെ ഒരു റിയലൈസേഷൻ വേണം എന്നൊരു റിയലൈസേഷനിലേക്ക് വരുന്നൊരു സമയമാണ്. അല്ലാത്ത രീതിയിലുള്ള റിലേഷൻഷിപ്സിനൊന്നും ഒരു തരത്തിലുള്ള ഹോപ്പും കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു സോൾ പർപ്പസിനുള്ള ഒരു ടൈമിങ്ങാണിത്. പല DFസും തൻ്റെ മിഷനിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള ഒരു എനർജി കിട്ടും ഈ സമയത്ത്. കുറച്ച് ക്രിയേറ്റീവായിട്ടുള്ള സൈഡൊക്കെ ആക്ടിവേറ്റ് ആവുന്നൊരു സമയമാണ്. അപ്പോൾ ഡിവൈൻ ഫെമിനൈൻസ് കൂടുതലും നല്ല ഗ്രൗണ്ടായിട്ട് ഇരിക്കുക. ശിവരാത്രിയുടെ എനർജിയും കൂടി ഉണ്ട്. വളരെ നല്ലൊരു എനർജിയാണ്. കാരണം ഒരു ഇന്നർ യൂണിയനിലേക്ക് തയ്യാറെടുക്കുന്ന DFസിനൊക്കെ അവർക്ക് അതിനുള്ള ഒരു സോൾ പർപ്പസൊക്കെ ചെയ്തൊന്ന് ബാലൻസിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇന്നർ യൂണിയനുള്ള ഒരു വേവ്സിലേക്ക് കടക്കുന്നൊരു സമയം കൂടിയാണ്. ഡിവൈൻ മാസ്കുലൈൻസിൻ്റെ എനർജി പറയുകയാണെങ്കിൽ അവർക്ക് അവേക്കണിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഡീപ്പായിട്ട് ക്ലൻസിങ് നടക്കുന്നുണ്ട്. കൺഫ്യൂഷനും അവേക്കണിങ് ഒക്കെയാണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാസ്റ്റ് മിസ്റ്റേക്സ് ഒക്കെ ഓർത്തിട്ട് അവർക്കൊരു ഗിൽട്ട് ഫീലിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈഗോ കുറയുന്ന ഒരു ഘട്ടം കൂടിയാണ്. അവർക്ക് ഡ്രീംസിൽ സഡനായിട്ടുള്ള DFസിനെ കുറിച്ചുള്ള ഓരോ തോട്ട്സും മെമ്മറീസും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സ് അവർക്കും പലതരത്തിലുള്ള സയൻസും ഡ്രീംസിലൂടെ ടെലിപ്പതിക്കായിട്ടുള്ള സയൻസും ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. റീച്ച് ഔട്ട് ചെയ്യാനുള്ള ഒരു അർജാണ് അവരുടെ മൈൻഡിലുള്ളത്. പക്ഷേ അവരൊരു ഡിലേ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കോണ്ടാക്റ്റ് ചെയ്യാനുള്ളൊരു തോട്ട് വരുന്നുണ്ടെങ്കിലും ഒന്ന് സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. സ്റ്റക്ക് എന്നല്ല അതിനെ പറയണ്ടേ, ചെയ്യാം, ഒന്നും കൂടെ ഒരു ഇതാവാനുള്ളൊരു വെയിറ്റിംഗ് മോഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണിപ്പോൾ അവരുടെ മൈൻഡ്. ബട്ട് DFനെ കുറിച്ചുള്ള ഭയങ്കര കൺസിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു തിങ്കിങ് അവരുടെ മൈൻഡിലേക്ക് യൂണിവേഴ്സായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കളക്റ്റീവ്ലി പറയുകയാണെങ്കിൽ കാർമികമായിട്ടുള്ള എന്തെങ്കിലും വശങ്ങൾ ക്ലോസ് ചെയ്യാനായിട്ട് ഇനി ഉണ്ടെങ്കിൽ അതിലേക്ക് ഒരു പ്രഷർ വരും ചെയ്യാനായിട്ട്. അതായത് നമ്മുടെ പാസ്റ്റ് സൈക്കിളൊക്കെ എൻഡാക്കിയിട്ട് ഒരു ന്യൂ സൈക്കിള്. പലർക്കും കാർമികമായിട്ടുള്ള പാർട്ട്നേഴ്സൊക്കെ ആണെങ്കിൽ അവരൊരു സോൾമേറ്റ് മോഡിലേക്ക്, കാർമിക് സോൾമേറ്റൊക്കെ മാറിയിട്ടൊരു സോൾമേറ്റ് മോഡിലേക്ക് വന്ന് നല്ല രീതിയിലുള്ളൊരു മാറ്റം അവരിലൊക്കെ കാണും. അല്ലാത്തതൊക്കെ ആണെങ്കിൽ ഒരു ക്ലോഷർ മൈൻഡിലെത്തി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു യൂണിയൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ യൂണിയൻ അല്ല, അതല്ലാതെയുള്ള ഒരു അലൈൻമെൻറ്റിലേക്കുള്ളൊരു പാസ്സാണ്. ശരിക്കും ഇതൊരു ഇന്നർ യൂണിയനിലേക്ക് നിൽക്കുന്ന ഫെമിനൈൻ എനർജീസിനൊക്കെ ഇന്നർ യൂണിയൻ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ് അത്. അപ്പോൾ അവരുടെ ഒരു മൈൻഡ് സെറ്റ് ബാക്ക് ആവാതിരിക്കണം. അതായത് ഒരു ചേസി മോഡിലേക്കും വീണ്ടും ഒരു ഒബ്സഷനിലേക്കും ഒന്നും പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോണ്ടാക്റ്റ് വന്നാൽ. ഇനി DFസിന് ഈ സമയത്ത് ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജേണൽ എഴുതുന്നത് വളരെയധികം നന്നായിരിക്കും. ഞാനൊരു സമയം ഉദ്ദേശിക്കുന്നത് ശരിക്കും ശിവരാത്രി ഉറങ്ങരുത് എന്നാണ് പറയുക. പക്ഷേ എന്നിരുന്നാലും ഒരു 12 to 1 മണി അതുവരെയുള്ള ഒരു സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്താണോ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ളത് അത് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് ഒരിക്കലും നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളാവരുത്. നിങ്ങളുടെ ലൈഫിലേക്ക് ഗ്രോത്തിങ് വരേണ്ട കാര്യങ്ങൾ, അതായത് ഫൈനാൻഷ്യൽ, കരിയർ അങ്ങനെയൊക്കെ ഇപ്പോഴും സെറ്റാവാത്തവർക്ക് നിങ്ങൾക്കതൊക്കെ എഴുതിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം ജേണൽ എഴുതിയിട്ട്. അതുപോലെ ഇന്ന് എന്താണെങ്കിലും മസ്റ്റായിട്ട് സോൾട്ട് വാട്ടർ ഉപയോഗിച്ചൊന്ന് ബാത്ത് ചെയ്യുക. നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ ഒരു ലേശം ഒരു കല്ലിപ്പിട്ടാൽ മതിയാകും. അതുപോലെ തന്നെ ഇന്ന് എന്താണെങ്കിലും ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്യേണ്ടത് അനിവാര്യമാണ്. കാരണം ഇൻബാലൻസിങ് ഒരു തരത്തിലും ഉണ്ടാവാനായിട്ട് പാടില്ല. ഒരു മെയിനായിട്ടൊരു ഇൻറ്റൻഷൻ ഇന്ന് സെറ്റ് ചെയ്യുക രാവിലെ മുതൽ.
ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്തിട്ട് ഒന്ന് നൈറ്റ് കഴിഞ്ഞ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് മൈൻഡിൽ സെറ്റ് ചെയ്യുക. എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ ചെയ്യണ്ട എന്നുള്ളത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് അത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ ഇന്ന് ശ്രമിക്കുന്നത് നന്നായിരിക്കും. DM ആക്ഷൻ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് എടുക്കാതിരിക്കുക ചെയ്യട്ടെ. നിങ്ങളൊരിക്കലും വെയിറ്റിംഗ് എനർജിയിലേക്ക് പോകാതിരിക്കുക. സെൽഫ് ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. ശരിക്കും ഈ ന്യൂ മൂൺ എനർജി വളരെ സൈലൻ്റ് ആയിട്ടുള്ളതാണ് ഒരു എനർജിയാണ്. ഭയങ്കര ട്രാൻസ്ഫോർമേഷനാണ് DMനെ സംബന്ധിച്ച് ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഹെവിനെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ, അത്രയും ബുദ്ധിമുട്ടാണ് തോന്നുന്നത്, DFസിൻ്റെ തോട്ട്സും കാര്യങ്ങളൊക്കെ വരികയാണ് ചെയ്യണമെന്ന് വെച്ചാൽ, അങ്ങനെയുള്ളവർക്ക് ശിവപാർവതി മെഡിറ്റേഷൻ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. അത് ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും കേട്ടോ. നല്ല ബാലൻസിങ് ഒക്കെ കിട്ടിയിട്ട് കാര്യങ്ങൾ സെറ്റാവും. പിന്നെ ചില DFs 936 639 എന്നുള്ളതൊക്കെ കാണുന്നത് ഒരു ന്യൂ അലൈൻമെൻറ്റിലേക്കുള്ളതും അങ്ങനെയുള്ള നമ്പേഴ്സ് കാണുന്നുണ്ട്. അതൊരു ന്യൂ അലൈൻമെൻറ്റിലേക്കുള്ളതും അവരുടെ ഒരു സോൾ പർപ്പസിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടതും അവരുടെ ലൈഫിലേക്ക് ന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നതിനുമുള്ളൊരു സൂചനയായിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. അപ്പോൾ പൊതുവെ വളരെ സമാധാനപരമായിട്ട് ഉള്ളൊരു ന്യൂ മൂൺ എനർജിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്ന് ശിവരാത്രിയും കൂടിയാണ്. നിങ്ങളിന്ന് ശിവരാത്രി വ്രതമൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഓം നമ ശിവായ എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം 108 തവണയോ 1008 തവണയൊക്കെ ജപിക്കുന്നത് നന്നായിരിക്കും. എന്തെങ്കിലും തരത്തിലുള്ള ജപമാലകൾ ഉപയോഗിച്ചിട്ടാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഉള്ളത്. DFസിനെ സംബന്ധിച്ച് എല്ലാവരും ഇന്ന് സോൾട്ട് ബാത്ത് എടുക്കുക. കാരണം എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ ഗ്രൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണത്. നിങ്ങൾക്ക് ഒരു തരത്തിലും ഗ്രൗണ്ടിങ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഒന്ന് സോൾട്ട് ബാത്ത് എടുത്ത് നിങ്ങൾ നോക്കൂ. DFs നിങ്ങളുടെ നെഗറ്റീവ് എനർജി റിമൂവ്സ് ആയിട്ട് നിങ്ങൾക്ക് നല്ല കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ എന്തായാലും കിട്ടും. അപ്പോൾ അത്രയാണുള്ളത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓം നമ ശിവായ. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു ഡിവൈൻ.